അടുത്തത് വരുന്നത് അപ്പം നമ്മൾ അറേ ഓഫ് 2 പോയിൻറ്റ് സോഴ്സസ് ആണ് ഡിസ്കസ് ചെയ്തിരുന്നത് കഴിഞ്ഞ വീഡിയോസിൽ. ഇനി നമ്മൾ അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാണ്. അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം നമ്പർ ഓഫ് സോഴ്സസ് എന്ന് പറയുമ്പോൾ 2 വരും. ദെൻ മാക്സിമം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, അപ് ടു n സോഴ്സസ് വരെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അടുത്ത കേസ് പറയുന്നത് ലീനിയർ അറേ വിത്ത് n ഐസോട്രോപിക് പോയിൻറ്റ് സോഴ്സസ് ഓഫ് ഈക്വൽ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് സ്പേസിങ്. അപ്പോൾ ഇതിനകത്ത് n ഐസോട്രോപിക് പോയിൻറ്റ് സോഴ്സസ് ആണ്. സ്മോൾ ലെറ്റർ n, നമ്പർ ഓഫ് സോഴ്സസ് ആണ് n എന്ന് പറയുന്നത്. ഐസോട്രോപിക് പോയിൻറ്റ് സോഴ്സസ് എന്ന് പറയുന്നത് ഒരേപോലെയുള്ള പോയിൻറ്റ് സോഴ്സസ്. ഓക്കെ, എല്ലാം ഐഡൻറ്റിക്കൽ ടൈപ്പാണ്. ദെൻ ഈക്വൽ ആംപ്ലിറ്റ്യൂഡ്, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്. ആൻഡ് സ്പേസിംഗ് എന്ന് പറയുന്നതും സെയിം ആണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ലീനിയർ അറേ എന്ന് വേണമെങ്കിൽ പറയാം. ഈക്വൽ ആംപ്ലിറ്റ്യൂഡാണ്, ഈക്വൽ സ്പേസിംഗ് ആണ്. അപ്പോൾ നമുക്ക് ലീനിയർ അറേ എന്ന് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ n ഐസോട്രോപിക് പോയിൻറ്റ് സോഴ്സസ് ഓഫ് ഈക്വൽ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് സ്പേസിങ്. നമുക്കൊരു ലീനിയർ അറേ ആണ് n ഐസോട്രോപിക് പോയിൻറ്റ് ഐസോട്രോപിക് ആൻഡിനെയൊക്കെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു n പോയിൻറ്റ് സോഴ്സസ് ഉള്ള ഒരു അറേ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ കൺസിഡർ ആൻ അറേ ഓഫ് n എലമെൻറ്റ്സ് separated by equally by a distance of d. Okay, each element is fed with a current of equal amplitude. Amplitude equal amplitude ആണ്. ദെൻ സ്പേസിംഗ് എന്ന് പറയുന്നത് രണ്ട് എലമെൻറ്റ്സ് തമ്മിലുള്ള മീൻസ് അഡ്ജസൻറ്റ് എലമെൻറ്റ്സ് തമ്മിലുള്ള സ്പേസിംഗ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ d ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കഴിഞ്ഞ കേസസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡിസ്റ്റൻറ്റ് പോയിൻ്റ് P എന്ന് പറഞ്ഞ ഒരു ഡിസ്റ്റൻറ്റ് പോയിൻ്റ് അല്ലെങ്കിൽ ഒരു ഫാർ പോയിൻറ്റിലുള്ള ടോട്ടൽ ഫീൽഡ് കണ്ടുപിടിക്കണം ഇൻ ദ ഡയറക്ഷൻ തീറ്റ. അതെങ്ങനെ കിട്ടും നമുക്ക്? ബൈ ആഡിങ് വെക്ടോറിയലി ദ ഫീൽഡ്സ് ഓഫ് ഇൻഡിവിജ്വൽ സോഴ്സസ്. നമ്മൾ നേരത്തെ 2 പോയിൻറ്റ് സോഴ്സസിൽ പറഞ്ഞതുപോലെ തന്നെ ഇൻഡിവിജ്വൽ എലമെൻറ്റിൻ്റെ ഫീൽഡ് നമുക്ക് വെക്ടർ അഡീഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അറ്റ് എ ഡിസ്റ്റൻറ്റ് പോയിൻ്റ് ഫാർ പോയിൻറ്റിലുള്ള P എന്ന് പറഞ്ഞ ഫാർ പോയിൻറ്റിലുള്ള ടോട്ടൽ ഫീൽഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ഫിഗർ നോക്കാം, അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് വരുന്നത്. ഓക്കെ, ഇവിടെ നോക്കി നോക്കുക. നമ്മൾ നേരത്തെ കഴിഞ്ഞ കേസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇവിടെ അവിടെ 2 പോയിൻറ്റ് സോഴ്സസ് ഉണ്ടായിരുന്നു, ഇവിടെ n സോഴ്സസ് ഉണ്ട്. ഇവിടെ 1 2 3 എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. അപ് ടു n വരെ ഈ ഇങ്ങേ അറ്റത്ത് n വരുന്നുണ്ട്, n പോയിൻറ്റ് സ്മോൾ ലെറ്റർ n വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്മോൾ ലെറ്റർ n വരെയുള്ള നമ്പർ ഓഫ് പോയിൻറ്റ് സോഴ്സസ്, സ്മോൾ ലെറ്റർ n അത്രയും പോയിൻറ്റ് സോഴ്സസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓരോ സോഴ്സും തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് ഇവിടെ d എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്മോൾ ലെറ്റർ d എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എലമെൻറ്റിനെ നമ്മൾ റഫറൻസ് ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ ഇനീഷ്യൽ കാൽക്കുലേഷൻസ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഐസോട്രോപിക് 2 പോയിൻറ്റ് സോഴ്സസ് ആകുമ്പോൾ ആദ്യത്തെ 2 കേസസിലും നമ്മൾ സെൻറ്റർ ഓഫ് ദ അറേയാണ് നമ്മൾ റഫറൻസ് ആയിട്ട് എടുത്തിരുന്നത്. ലാസ്റ്റ് കേസിൽ മാത്രമാണ് ഫസ്റ്റ് സോഴ്സിനെ നമ്മൾ എന്തായിട്ട് എടുത്തിരുന്നത്? റഫറൻസ് ആയിട്ട് എടുത്തിരുന്നത്. അപ്പോൾ അതേപോലെ ഫസ്റ്റ് സോഴ്സിനെ നമ്മൾ റഫറൻസ് ആയിട്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് സോഴ്സ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ദ ഒറിജിൻ ഓഫ് ദ അറേ. ഓക്കെ, ഇനി നമുക്കൊരു ഡിസ്റ്റൻറ്റ് പോയിൻ്റ് P എന്ന് പറഞ്ഞ പോയിൻറ്റിലുള്ള ടോട്ടൽ ഫീൽഡ് കണ്ടുപിടിക്കണം. ഇറ്റ് വിൽ ബി ദ വെക്റ്റർ അഡീഷൻ ഓഫ് ഫീൽഡ് ഡ്യൂ ടു ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ്, ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽ n എലമെൻറ്റ്സ്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമ്മൾ 2 പോയിൻറ്റ് സോഴ്സസ് ചെയ്തതുപോലെ തന്നെയാണ് അതിനെ നമ്മളൊന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഫിഗർ വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ടോട്ടൽ ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻറ്റ് പോയിൻ്റ് P എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വെക്റ്റർ അഡീഷൻ ഓഫ് ഫീൽഡ് ഡ്യൂ ടു ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ്. ദാറ്റ് ഈസ് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് E ഈക്വൽ ടു ടോട്ടൽ ഫീൽഡ് അറ്റ് പോയിൻ്റ് P എന്ന് പറയുന്നത് ക്യാപിറ്റൽ E ഈക്വൽ ടു ഓരോ ഇൻഡിവിജ്വൽ സോഴ്സും തമ്മിൽ കാരണമുള്ള ഫീൽഡ്. അപ്പോൾ ഫസ്റ്റ് സോഴ്സ് കാരണമുള്ളത് E1 e⁻j psi ഈക്വൽ ടു 0. അടുത്തത് E2 e⁻j psi പ്ലസ് E3 e⁻j 2 psi പ്ലസ് എക്സെട്ര En e⁻j n-1 psi. ടോട്ടൽ n സോഴ്സസ് ഉണ്ട്, അത് n-1 ആണ് അപ്പോൾ വരുന്നത്. ആദ്യത്തെ 0 എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ഇവിടെ n-1 വന്നു. ഓക്കെ, ടോട്ടൽ n സോഴ്സസ് നമ്മൾ ഇനീഷ്യൽ ഫസ്റ്റ് സോഴ്സാണ് റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് psi ഈക്വൽ ടു 0 വരും. അപ്പോൾ ലാസ്റ്റ് എലമെൻറ്റിൻ്റെ എന്ത് വരും? n-1 ഇൻറ്റു psi. ഓക്കെ,
നമ്മൾ പറഞ്ഞു എല്ലാ സോഴ്സസും ഈക്വൽ ആംപ്ലിറ്റ്യൂഡ് ആണെന്ന് പറഞ്ഞു. therefore E1 ഈക്വൽ ടു E2 ഈക്വൽ ടു E3 ഈക്വൽ ടു എക്സെട്ര En ഈക്വൽ ടു E0. അപ്പോൾ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും? E ഈക്വൽ ടു എന്ത് വരും? E ഈക്വൽ ടു എല്ലാത്തിൻ്റെയും കോഎഫിഷ്യൻ്റ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ്സ് E0 എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞതിൽ 2 പോയിൻറ്റിൽ ചെയ്തത് ഇപ്പോൾ n പോയിൻ്റായിട്ട് എഴുതുന്നു. ഓക്കെ, അപ്പോൾ E0 ഇൻറ്റു E0 കോമൺ ആയിട്ട് എടുക്കാമല്ലോ. അപ്പോൾ ബാക്കി വരുന്നത് എന്താ? ആദ്യത്തെ ടേമിൽ 1 വരും. ഓക്കെ, രണ്ടാമത്തെ ടേമിൽ e⁻j⁻, മൂന്നാമത്തെ ടേമിൽ e⁻j2 പ്ലസ് എക്സെട്ര അപ് ടു e⁻n−1 ഓക്കെ, ഇനി നമുക്കിത് ഇതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഏത് ഫോമുല വരുന്നത്? e⁻j 1 പ്ലസ് e⁻j പ്ലസ് e⁻j ഹോൾ സ്ക്വയർ അല്ലേ? e⁻j ഹോൾ സ്ക്വയർ പ്ലസ് അടുത്തത് എന്ത് വരും? e⁻j ഹോൾ ക്യൂബ് പ്ലസ് എക്സെട്ര ഫൈനലി എന്ത് വരും? e⁻n−1 e⁻j ഹോൾ റേസ് ടു n−1. അതായത് ഇത് ഏത് ഫോമുല വരുന്നത്? 1 പ്ലസ് എ പ്ലസ് എ സ്ക്വയർ പ്ലസ് എക്സെട്ര എ റേസ് ടു n−1 എന്ന ഫോമിലാണ് വരുന്നത്. ഓക്കെ, അതെന്താ വരുന്നത്? സം ഓഫ് ജി പി അല്ലേ വരുന്നത് അല്ലേ? n ടേംസിൻ്റെ സമ്മേഷനാണ് വരുന്നത്. n ടേംസിൻ്റെ സമ്മേഷനാണ് വരുന്നത്. അപ്പോൾ എങ്ങനെ വരും? ഫൈനൈറ്റ് സമ്മേഷൻ ഓഫ് ജി പി ആൻസർ എന്ത് വരും? 1 മൈനസ് എ റേസ് ടു ഇവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് 1 മൈനസ് എ റേസ് ടു ക്യാപിറ്റൽ N പ്ലസ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എ. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവുക പിന്നെ സിഗ്മ എന്ന് വെച്ചിട്ട് പഠിച്ചിട്ടുണ്ടാവും. സിഗ്മ സ്മോൾ ലെറ്റർ n ഈക്വൽ ടു 0 ടു ക്യാപിറ്റൽ N എ റേസ് ടു n ഈ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് എ റേസ് ടു n പ്ലസ് 1 ഇവിടെ എഴുതാൻ എ റേസ് ടു ക്യാപിറ്റൽ N പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എ എന്ന് പറഞ്ഞിട്ടായിരിക്കും കഴിഞ്ഞ വർഷം സിഗ്നൽസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. 1 മൈനസ് എ റേസ് ടു ക്യാപിറ്റൽ ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇത് അപ്പർ ലിമിറ്റ് n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എ. ഇതാണ് ജനറൽ ഇക്വേഷൻ വരുന്നത്. ഇവിടെ അപ്പർ ലിമിറ്റ് n-ന് പകരം സ്മോൾ ലെറ്റർ n-1 ആണ്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഇക്വേഷനാണ് കൺസിഡർ ചെയ്യണമെങ്കിൽ ഇവിടെ സ്മോൾ ലെറ്റർ ക്യാപിറ്റൽ n-ന് പകരം ക്യാപിറ്റൽ n-1 ഒരു എലമെൻറ്റ് കുറവാണ്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ഇക്വേഷൻ എഴുതി. അത് കൺഫ്യൂഷനൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഫോമാറ്റിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇവിടെ എയുടെ സ്ഥാനത്ത് e⁻j ആണ്. അതാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? E ഈക്വൽ ടു E0 ഇൻറ്റു 1 മൈനസ് e⁻j ഹോൾ റേസ് ടു n. ഇവിടെ ക്യാപിറ്റൽ N ആണ് ജനറൽ ഇക്വേഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മുടെ തന്നിരിക്കുന്ന ഇക്വേഷനിൽ സ്മോൾ ലെറ്റർ n ആണ് കേട്ടോ. അപ്പോൾ അത് അതിനനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡിവൈഡ് ബൈ 1 മൈനസ് e⁻j. ഇനി ഇവിടെ ചെറിയ റീഅറേഞ്ച്മെൻറ്റ് വരുന്നുണ്ട്. E0 ഇൻറ്റു 1 മൈനസ് e⁻j അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി e⁻j(n(ψ)2 ഇൻറ്റു e⁻j(n(ψ)2 രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ e⁻j(n(ψ) കിട്ടും. ഓക്കെ, e⁻j(n(ψ)2 ഇൻറ്റു e⁻j(n(ψ)2 അതേപോലെ ഡിനോമിനേറ്ററിലും സ്പ്ലിറ്റ് ചെയ്ത് എഴുതി e⁻j(sin) e⁻j(ψ)2 ഇൻറ്റു e⁻j(ψ)2 എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ദെൻ നമ്മളെന്ത് ചെയ്തു? ന്യൂമറേറ്ററിൽ e⁻j(n(ψ)2 പുറത്തെടുത്തു. ഒരു e⁻j(n(ψ)2 പുറത്തെടുത്തു. e⁻j(n(ψ)2 ഒരെണ്ണം പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? ഇവിടെ 1 ആണ്. അപ്പോൾ 1 ഡിവൈഡ് ബൈ e⁻j(n(ψ)2 മൈനസ് ഇവിടെ ഒരു e⁻j(n(ψ)2 ഉണ്ട്, അത് അതുപോലെ തന്നെ എഴുതി. ഓക്കെ, അതുപോലെ ഡിനോമിനേറ്ററിൽ നിന്ന് ഒരു e⁻j(ψ)2 പുറത്തെടുത്തു. e⁻j(ψ)2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം 1 ആണ്, അതുകൊണ്ട് ഡിവൈഡ് ബൈ e⁻j(ψ)2 മൈനസ് സെക്കൻഡ് ടേമിൽ ഒരു ടേം അവിടെ ഉണ്ട് e⁻j(ψ)2. അപ്പോൾ ന്യൂമറേറ്ററിൽ നിന്ന് e⁻j(n(ψ)2 പുറത്തെടുത്തു, ഡിനോമിനേറ്ററിൽ നിന്ന് e⁻j(ψ)2 പുറത്തെടുത്തു. ഓക്കെ, അപ്പോൾ ഇനി അതിനെ എന്ത് ചെയ്തു? നമ്മൾ പുറത്തെടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു? ന്യൂമറേറ്ററിനെ ഒന്ന് അറേഞ്ച് ചെയ്തു. 1/e⁻j(θ) എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? e⁻j(θ) എഴുതാമല്ലോ. e⁻j(θ) അതന്നെ ന്യൂമറേറ്ററിൽ 1/e⁻j(n(ψ)2 ഉണ്ടായിരുന്നു. അതിനെ e⁻j(n(ψ)2 എന്ന് എഴുതി. അതുപോലെ ഡിനോമിനേറ്ററിൽ 1/e⁻j(ψ)2 ഉണ്ടായിരുന്നു. അതിനെ e⁻j ഇവിടെ n ഇല്ല കേട്ടോ, ഈ n ഇല്ല. ഓക്കെ,
അതിനില്ല. ഇ റേസ് ടു മൈനസ് ജെ സൈ ബൈ 2 എന്ന് എഴുതി. ഓക്കെ, ബാക്കിയുള്ള ടേംസ് അതുപോലെ തന്നെ എഴുതി. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അടുത്തത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്കറിയാവുന്ന ഫോമിലോട്ട് എഴുതി. അതായത് നമുക്കറിയാവുന്ന ഫോം എന്ന് പറയുന്നത് ഇ റേസ് ടു ജെ തീറ്റ പ്ലസ് ഓർ മൈനസ് ഇ റേസ് ടു മൈനസ് ജെ തീറ്റ. ഈ ഫോമല്ലേ നമുക്കറിയാവുന്നത്. ആ രീതിയിലൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഓക്കെ, ഇ റേസ് ടു ജെ തീറ്റ പ്ലസ് ഓർ മൈനസ്, അതായത് ഇ റേസ് ടു പ്ലസ് ജെ തീറ്റ ആദ്യം ഇ റേസ് ടു മൈനസ് ജെ തീറ്റ രണ്ടാമതും വരുന്ന രീതിയിൽ ഒന്ന് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും അറേഞ്ച് ചെയ്തു. ഇവിടെ ഇ റേസ് ടു മൈനസ് ജെ തീറ്റയാണ് ആദ്യം വരുന്നത്, ഇ റേസ് ടു പ്ലസ് ജെ തീറ്റ രണ്ടാമതാണ് വരുന്നത്. അപ്പോൾ ഇതിനെ ആദ്യത്തിൽ എഴുതണം, ഇതിനെ രണ്ടാമത് എഴുതണം. അതിനെന്ത് ചെയ്താൽ മതി? ഈ മൈനസ് സൈനാണ് ഔട്ട് സൈഡ് എടുത്താൽ മതി. അതന്നെ അവിടെ ചെയ്തിരിക്കുന്നത്. ന്യൂമറേറ്ററിൽ നിന്ന് മൈനസ് ഔട്ട് സൈഡ് എടുത്തു. അപ്പം മൈനസ് ഓഫ് ഇ റേസ് ടു ജെ എൻ സൈ ബൈ 2 മൈനസ് ഇ റേസ് ടു മൈനസ് ജെ എൻ സൈ ബൈ 2 വന്നു. അതുപോലെ ഡിനോമിനേറ്ററിൽ നിന്നും മൈനസ് ഔട്ട് സൈഡ് എടുത്തു. മൈനസ് എടുത്തു കഴിഞ്ഞാൽ മൈനസ് ഓഫ് ഇ റേസ് ടു ജെ സൈ ബൈ 2 മൈനസ് ഇ റേസ് ടു മൈനസ് ജെ സൈ ബൈ 2 വന്നു. ഈ മൈനസും അവിടെ ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ എന്ത് വരും? ഇത്രയും വരും. ഇ റേസ് ടു ജെ എൻ സൈ ബൈ 2 ഇതുപോലെ വരും. ഓക്കെ, എല്ലാം സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സാണ്. നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഡെറിവേഷൻസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ആദ്യത്തെ ഇക്വേഷൻ നോക്കുക. നമുക്കറിയാവുന്ന ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷൻ ഫോമിലല്ലേ ഇ റേസ് ടു ജെ തീറ്റ മൈനസ് ഇ റേസ് ടു മൈനസ് ജെ തീറ്റ എന്താണ് വരുന്നത്? 2j സൈൻ തീറ്റ. എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷനാണ് 2j സൈൻ തീറ്റ. തീറ്റയുടെ സ്ഥാനത്ത് എന്താ? എൻ സൈ ബൈ 2. അതുപോലെ ഡിനോമിനേറ്റർ നോക്കൂ, ഇ റേസ് ടു ജെ തീറ്റ മൈനസ് ഇ റേസ് ടു മൈനസ് ജെ തീറ്റ, എഗെയിൻ 2j സൈൻ തീറ്റ. ഇവിടെ തീറ്റയുടെ സ്ഥാനത്ത് സൈ ബൈ 2, അപ്പോൾ 2j സൈൻ സൈ ബൈ 2. 2j ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ അതുപോലെ ഒരു കാര്യം കൂടി ചെയ്തു. ഇവിടെ ഈ രണ്ടും ഇ റേസ് ടു ജെ തീറ്റ തന്നെയാണ്. ഇത് ഇ റേസ് ടു ജെ തീറ്റ 1 എന്ന് എടുക്കാം, ഇത് ഇ റേസ് ടു ജെ തീറ്റ 2 എന്ന് എടുക്കാം അല്ലേ? തീറ്റയുടെ വാല്യൂ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ എന്താ വരുന്നത്? ഇ റേസ് ടു ജെ തീറ്റ 1 ഡിവൈഡ് ബൈ ഇ റേസ് ടു ജെ തീറ്റ 2. എങ്ങനെ കമ്പൈൻ ചെയ്ത് എഴുതുക? ഇ റേസ് ടു ജെ തീറ്റ 1 മൈനസ് ഇ റേസ് ടു ജെ തീറ്റ 2, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? ഇ റേസ് ടു ജെ കോമൺ ആയിട്ട് എടുത്ത് തീറ്റ 1 മൈനസ് തീറ്റ 2, അല്ലെങ്കിൽ ഇ റേസ് ടു എ ഡിവൈഡ് ബൈ ഇ റേസ് ടു ബി എന്താ? ഇ റേസ് ടു എ മൈനസ് ബി. നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷൻ തന്നെ. അപ്പോൾ ഇവിടെ ഈ രണ്ട് ടേമിനെയും കമ്പൈൻ ചെയ്ത് എഴുതി. എങ്ങനെ എഴുതി? കമ്പൈൻ ചെയ്ത് എഴുതി. ഇ റേസ് ടു ജെ എൻ സൈ ബൈ 2 ബൈ ഇ റേസ് ടു ജെ സൈ ബൈ 2 ഈക്വൽ ടു ഇ റേസ് ടു ജെ കോമൺ ആണ്, എൻ മൈനസ് 1 ഇൻറ്റു സൈ ബൈ 2. സൈ ബൈ 2 കോമൺ ആണ്. അപ്പോൾ എന്ത് കിട്ടി ഫൈനലി? ഇ ഈക്വൽ ടു capital E0 into e raised to j n psi by 2 e raised to j n minus 1 into psi by 2 into sin n psi by 2 divided by sin psi by 2. ഇതാണ് ഈയുടെ ഇക്വേഷൻ കിട്ടുന്നത്. ഇനി ഇവിടെ നമ്മൾ ചെറിയൊരു അറേഞ്ച്മെൻറ്റും കൂടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇനീഷ്യലി നമ്മൾ എടുക്കുന്നത് ഫസ്റ്റ് സോഴ്സിനെ റെഫറൻസ് ആയിട്ടാണ് എടുത്തിരുന്നത് അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇഫ് യു ആർ ഷിഫ്റ്റിംഗ് ദ റെഫറൻസ് പോയിന്റ് ഇൻ ടു ദ സെൻറ്റർ ഓഫ് ദ അറേ from source 1, then e raised to j psi by 2 into n minus 1 will be equal to 1. Okay, e raised to j by 2, e raised to j psi by 2 divided by e raised to j psi by 2 into n minus 1 will be എന്തായിരിക്കും? ഈക്വൽ ടു 1 ആയിരിക്കും. അതായത് നമ്മൾ ആ അറേയുടെ ഇപ്പം നമ്മൾ ഫസ്റ്റ് സോഴ്സിനെ എടുത്തതിന് പകരം അപ്പോൾ n ആണെങ്കിൽ ടോട്ടൽ n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ സെൻറ്ററിലോട്ട് നമ്മൾ എന്ത് ചെയ്തു? ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ടേം എന്തായിട്ട് വരും? 0 ആയിരിക്കും. ഓക്കെ, ദിസ് ടേം വിൽ ബി 0. അതായത് അതായിരിക്കും സെൻറ്റർ പോയിൻ്റ് ആയിട്ട് വരുന്നത്. ഇ റേസ് ടു ജെ എൻ മൈനസ് 1 എന്ന് പറഞ്ഞാൽ ആ എലമെൻറ്റ് ആയിരിക്കും നമ്മൾ സെൻറ്റർ പോയിൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇ റേസ് ടു ജെ 0 ആയിരിക്കും, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമ്മൾ സെൻറ്റർ പോയിന്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ടേം വരുന്നത് ഇ റേസ് ടു ജെ സൈ ബൈ 2 ഇൻറ്റു എൻ മൈനസ് 1 വിൽ ബി 1. ദെർഫോർ ഇ ഈക്വൽ ടു E0 സൈൻ എൻ സൈ ബൈ 2 ഡിവൈഡ് ബൈ സൈൻ സൈ ബൈ 2. ഇതാണ് നമുക്ക് ഫൈനലി വേണ്ട ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ആദ്യമേ നമുക്ക് ഫിഗർ സെൻറ്റർ പോയിൻ്റ് അത് വെച്ചിട്ടുള്ള ഇക്വേഷൻ ചെയ്താൽ പോരെ എന്നൊക്കെ ഡൗട്ട് തോന്നും. അതായത് നമ്മൾ ഫസ്റ്റത്തെ 2 കേസസിൽ പറഞ്ഞതുപോലെ അങ്ങനെ ചെയ്താൽ പോരെ. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എടുത്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഇവിടുത്തെ അതായത് റൈറ്റ് സൈഡിൽ വരുന്ന ടേമുകൾക്ക് ഇ റേസ് ടു പ്ലസ് ജെ സൈ ബൈ 2
ലെഫ്റ്റിൽ വരുന്നത് e⁻j⁻². അപ്പോൾ അങ്ങനെയുള്ള കുറേ ടേംസ് വരും. ഓക്കെ, n-1 അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് മീൻസ് n/2 എന്ന് പറഞ്ഞാൽ അപ്പുറം ഇപ്പുറമായിട്ട് വരും. അത്രയും ടേംസിനെ നമ്മൾ അഡീഷൻ രീതിയിൽ കാണിക്കുമ്പോൾ നമുക്ക് കാൽക്കുലേഷൻ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് സോഴ്സിനെ റെഫറൻസ് ആയിട്ട് എടുത്ത് ഇതുപോലെ ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ ഫൈനലി n-1 ടേം വരുന്ന സമയത്ത് n-1/2 ആണ് കേട്ടോ എടുക്കുന്നത്. ആ ടേമിന് അങ്ങോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നുള്ള രീതിയിൽ നമ്മൾ അസംഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? E = E0 sin nψ/2 sin ψ/2 കിട്ടി. ഇനി നമുക്ക് അറേ ഫാക്ടറാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഏത് അറേ കഴിയും, ഏത് അറേ 2 n ഏതാണെങ്കിലും നമുക്ക് അറേ ഫാക്ടർ ആദ്യം കണ്ടുപിടിക്കണം. അറേ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? E⁻⁻. അറേ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? E⁻, അല്ലേ? അറേ ഫാക്ടർ എന്ന് പറയുന്നത് ഏത് കേസ് ആണെങ്കിലും E⁻ ആണ്. E⁻ എന്ന് പറയുന്നത് എന്താ? E/Emax. അപ്പോൾ ഇയുടെ ഇക്വേഷൻ കിട്ടി. ഇനി ഇതിനകത്ത് Emax കിട്ടും. Emax എന്ന് പറയുന്നത് n/E0 ആണ്. അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin nψ/2 sin ψ/2 അതിൻ്റെ മാക്സിമം വാല്യൂ വിൽ ബി n ആയിരിക്കും. ഈ ഒരു റിസൾട്ട് ഇവിടെ പഠിച്ചു വെക്കണം. sin nψ/2 sin ψ/2 ദ മാക്സിമം വാല്യൂ ഓഫ് sin n തീറ്റ, അതൊരു റിസൾട്ടാണ്. മാക്സിമം വാല്യൂ ഓഫ് sin n തീറ്റ sin തീറ്റ വിൽ ബി n. ഓക്കെ, sin തീറ്റ വിൽ ബി 1. അതൊരു റിസൾട്ടാണ്. അതുപോലെ നോക്കി വെക്കുക. അതൊന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ട് വരും. അപ്പോൾ sin nψ/2 sin ψ/2 അതിൻ്റെ മാക്സിമം വാല്യൂ ഈസ് n. therefore Emax 1 അല്ല, ശ്രദ്ധിക്കണം. therefore Emax = n × E0. that means E⁻ = E/Emax, that is equal to sin nψ/2 n × sin ψ/2. ഇതാണ് E⁻ൻ്റെ ഇക്വേഷൻ വരുന്നത്. sin nψ/2 n × sin ψ/2. that is the expression for array factor n point sources. This is the array factor of AF means array factor of linear array with n point sources of equal amplitude. ഓക്കെ, ഇത് ഇത്രയും മാത്രമായിട്ടും ഡെറിവേഷൻ ചോദിക്കാറുണ്ട് കേട്ടോ. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ അറേ ഫാക്ടർ ഓഫ് ലീനിയർ അറേ വിത്ത് n പോയിൻറ്റ് സോഴ്സസ് ഓഫ് ഈക്വൽ ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, n പോയിൻറ്റ് സോഴ്സസിൻ്റെ അറേ ഫാക്ടർ ഡിറൈവ് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് 2 കേസസ് വരുന്നുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ തന്നെ കേസ് 1 എന്ന് പറയുന്നത് ബ്രോഡ് സൈഡ് അറേ, കേസ് 2 എന്ന് പറയുന്നത് എൻഡ് ഫയർ അറേ. ബ്രോഡ് സൈഡ് അറേ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ കൊടുക്കുന്ന ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? രണ്ടെണ്ണത്തിന് എല്ലാത്തിനും കൊടുക്കുന്ന ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അതായത് ദർ ഈസ് നോ ഫേസ് ഷിഫ്റ്റ് വിത്ത് അഡ്ജസൻറ്റ് എലമെൻറ്റ്സ്. എൻ ഫയർ അറേ എന്ന് പറയുമ്പോൾ എന്താ? അഡ്ജസൻറ്റ് എലമെൻറ്റ്സ് തമ്മിൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അതന്നെ ആ കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ടാണ് അടുത്തത്. ആദ്യം ബ്രോഡ് സൈഡ് അറേ, n പോയിൻറ്റ് സോഴ്സസ് ബ്രോഡ് സൈഡ് അറേയുടെ റേഡിയേഷൻ പാറ്റേൺ പ്ലോട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് ബ്രോഡ് സൈഡ് അറേയുടെ എൻ ഫയർ അറേയുടെയും റേഡിയേഷൻ പാറ്റേൺ പ്ലോട്ട് ചെയ്യണം. അപ്പോൾ ഇനി ആദ്യത്തെ കേസ് 1 എന്ന് പറയുന്നത് ബ്രോഡ് സൈഡ് അറേ ആണ്. ബ്രോഡ് സൈഡ് അറേ എന്ന് പറയുന്നത് ഹിയർ ദ സോഴ്സസ് ആർ ഫെഡ് വിത്ത് സെയിം ഫേസ്, ദാറ്റ് ഈസ് ആൽഫ = 0. ആൽഫ എന്ന് പറയുന്നത് എന്താ? പ്രോഗ്രസീവ് ഫേസ് ഷിഫ്റ്റ് = 0. ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് മാക്സിമം റേഡിയേഷൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദ അറേ ആക്സിസ്. നമുക്ക് അറിയാവുന്നതാണ്. ബ്രോഡ് സൈഡ് അറേ ആണെങ്കിൽ റേഡിയേഷൻ പാറ്റേണിൻ്റെ മാക്സിമം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ അറേ ആക്സിസ്. അപ്പോൾ ഇതിൻ്റെ റേഡിയേഷൻ പാറ്റേൺ പ്ലോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? മേജർ ലോബിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം, മൈനർ ലോബിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, പിന്നെന്ത് കണ്ടുപിടിക്കണം? ഹാഫ് പവർ പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ മേജർ ലോബ് മാക്സിമം ഡയറക്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് വി ഹാവ് ടോട്ടൽ ഫേസ് ഡിഫറൻസ് ψ = βd cos θ + α. ഇത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഫസ്റ്റത്തെ 2 പോയിൻറ്റ് സോഴ്സസിൽ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ψ = βd cos θ + α. പാത്ത് ഡിഫറൻസ് പ്ലസ് പ്രോഗ്രസീവ് ഫേസ് ഷിഫ്റ്റ് അല്ല പാത്ത് ഡിഫറൻസ് ആദ്യം കണ്ടുപിടിച്ചു. എന്നിട്ട് 2π/λ പാത്ത് ഡിഫറൻസ് ചെയ്തു. ദെൻ അതിനകത്തുനിന്ന് ടോട്ടൽ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ψ = ഫേസ് ആംഗിൾ പ്ലസ് പ്രോഗ്രസീവ് ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെയും വരുന്നതുകൊണ്ട് അതിൻ്റെ ഡെറിവേഷൻ നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ, ψ = βd cos θ + α. അപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ ക്വസ്റ്റിനെ ചോദിക്കുന്നതെങ്കിൽ n പോയിൻറ്റ് സോഴ്സ് ചോദിക്കുമ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻ പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളത് ജസ്റ്റ് കാരണം അല്ലാതെ തന്നെ വേറെ കാര്യങ്ങൾ ഡെറൈവ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഡെറിവേഷൻ കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ψ = βd cos θ + α. നേരെ മറിച്ച് 2 പോയിൻറ്റ് സോഴ്സസാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് സൈഡ് ഡെറിവേഷൻ കാണിക്കണം. അപ്പോൾ
നമുക്കറിയാം ഫോർ മാക്സിമ ഇനി ബ്രോഡ് സൈഡ് അറേയുടെ കേസിൽ ഇവിടെ നമ്മൾ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ബ്രോഡ് സൈഡ് അറേയുടെ കേസിൽ ഫോർ മാക്സിമ psi equal to 0 and alpha equal to 0. ഓക്കെ, ദാറ്റ് മീൻസ് 0 equal to ബീറ്റ ഡി കോസ് തീറ്റ മേജർ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് മേജർ ലോബിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, മേജർ ലോബ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഇതിനെ മേജർ എന്ന് പറഞ്ഞിട്ട് തന്നെ കാണിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഇനി താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യത്തേത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രിൻസിപ്പൽ മാക്സിമ ഓർ മേജർ ലോബ് ഡയറക്ഷൻ. അത് കണ്ടുപിടിക്കുന്നത് വ്യത്യാസമുണ്ട്. ഓക്കെ, നമ്മൾ 2 പോയിൻറ്റ് സോഴ്സസിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അവിടെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് അറേ ഫാക്ടർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടായിരുന്നു. ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഫേസ് ഡിഫറൻസിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. psi ഈക്വൽ ടു ബീറ്റ ഡി കോസ് തീറ്റ പ്ലസ് ആൽഫ ആൻഡ് ഫോർ മേജർ ലോബ് maxima psi should be equal to 0 and alpha should be equal to 0. That means 0 equal to beta d cos theta major plus 0 or theta major equal to 90 degree and 270 degree. Okay, this is the direction of major lobe. Okay, അപ്പോൾ മേജർ ലോബ് ഡയറക്ഷൻ കിട്ടി. ഇനി അടുത്തത് കണ്ടുപിടിക്കാനുള്ളത് മൈനർ ലോബ് ഡയറക്ഷൻ. അപ്പോൾ ഈ മൈനർ ലോബ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് 2 കേസുകൾ വരുന്നു. ഡയറക്ഷൻ ഓഫ് മാക്സിമ ഫോർ മൈനർ ലോബ് ആൻഡ് ഡയറക്ഷൻ ഓഫ് മിനിമ ഫോർ മൈനർ ലോബ്. നമ്മൾ മൈനർ ലോബ് എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ റേഡിയേഷൻ പാറ്റേൺ പ്ലോട്ട് ചെയ്ത സമയത്ത് മേജർ ലോബ് ഇങ്ങനെ പ്ലോട്ട് ചെയ്തായിരുന്നു. ദെൻ മൈനർ ലോബ്സ് പറഞ്ഞപ്പോൾ അവിടെ നൾസ് എന്ന് പറഞ്ഞ ഒരു ടേം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് മൈനർ ലോബ് നൾസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ റേഡിയേഷൻ ഓഫ് ഡയറക്ഷൻ ഓഫ് ഏറ്റവും മിനിമം ഡയറക്ഷൻ. അതെന്ന് പറയുന്നത് ഐദർ 0 ആവാം അല്ലെങ്കിൽ എന്താവാന്ന് പറഞ്ഞിട്ടുണ്ട്, ചെറിയ റേഡിയേഷൻ വരാമെന്നുള്ളത്. അപ്പോൾ ഇവിടെ മൈനർ ലോബ് എന്ന് പറയുന്നത് കാരണം ഇവിടെ 2 പോയിൻറ്റ് സോഴ്സസ് മാത്രമല്ല വരുന്നത്, n നമ്പർ ഓഫ് സോഴ്സസ് വരുന്ന കാരണം മൈനർ ലോബ്സ് എന്ന് പറയുമ്പോൾ ചെറിയ പാറ്റേൺസും ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ തീരെ റേഡിയേഷൻ ഇല്ലാത്ത നള്ളെന്ന് പറഞ്ഞ കേസും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ 2ൻ്റെ ഡയറക്ഷൻ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം കണ്ടുപിടിക്കുന്നത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ലോബ്സ്, അതാണ് മാക്സിമ ഫോർ മൈനർ ലോബ് എന്ന് പറയുന്നത്. ഓക്കെ, മൈനർ ലോബിൽ തന്നെയുള്ള വലിയ റേഡിയേഷൻസ്, അതാണ് മാക്സിമ ഫോർ മൈനർ ലോബ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇനോം ഈക്വൽ ടു, ഇത് നമ്മൾ 2 പോയിൻറ്റ് സോഴ്സസിൽ ചെയ്ത പോലെയുള്ള സ്റ്റെപ്സാണ് ചെയ്യുന്നത്. വി ഹാവ് ഇനോം ഈക്വൽ ടു സൈൻ എൻ സൈ ബൈ 2 ഡിവൈഡ് ബൈ എൻ സൈൻ സൈ ബൈ 2. ഫോർ മൈനർ ലോബ് മാക്സിമ ഇനോം ഷുഡ് ബി മാക്സിമം. ഓക്കെ, ദാറ്റ് ഈസ് ഇത് എപ്പോഴാണ് ഇനോം എപ്പോഴാണ് മാക്സിമം വരുന്നത്? ഇനോം എന്ന് പറയുന്നത് എന്താ? സൈൻ എൻ സൈ ബൈ 2 ഡിവൈഡ് ബൈ എൻ ഇൻറ്റു സൈൻ സൈ ബൈ 2. ദിസ് വിൽ ബി മാക്സിമം എപ്പോഴാണ്? ഇഫ് സൈൻ എൻ സൈ ബൈ 2 ഈക്വൽ ടു 1 ആൻഡ് സൈൻ സൈ ബൈ 2 നോട്ട് ഈക്വൽ ടു 0 അല്ലേ. ഇതിൻ്റെ മാക്സിമം വാല്യൂ നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത്? ഇതിൻ്റെ ന്യൂമറേറ്റർ മാക്സിമം ആവുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ മാക്സിമം വാല്യൂ കിട്ടുന്നത്. n ഒരിക്കലും എന്താവില്ല, 0 ആവില്ല. പിന്നെ എന്താണ്? സൈൻ സൈ ബൈ 2 0 ആവാനും പാടില്ല അല്ലേ. സൈൻ 0 വന്നു കഴിഞ്ഞാൽ ഡിവൈഡ് ബൈ 0 വരുമ്പോൾ ഇൻഫിനിറ്റിയിലോട്ട് പോയി. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ അവിടെ 2 കണ്ടീഷൻ വരണം. ഇനോ മാക്സിമം വരണം എന്നുണ്ടെങ്കിൽ ന്യൂമറേറ്റർ മാക്സിമം ആവണം, ഡിനോമിനേറ്റർ ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0. ദാറ്റ് ഈസ് സൈൻ സൈ ബൈ 2 നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദിസ് ഫംഗ്ഷൻ ഇനോ ഈക്വൽ ടു സൈൻ എൻ സൈ ബൈ 2 ഡിവൈഡ് ബൈ എൻ ഇൻറ്റു സൈൻ സൈ ബൈ 2 വിൽ ബി മാക്സിമം. എപ്പോഴൊക്കെയാണ്? ന്യൂമറേറ്റർ ഷുഡ് ബി ഈക്വൽ ടു മാക്സിമം. അതായത് ന്യൂമറേറ്റർ ഇവിടെ എന്താ വരുന്നത്? സൈൻ എൻ സൈ ബൈ 2. സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ 1, ദാറ്റ് ഈസ് സൈൻ എൻ സൈ ബൈ 2 ഈക്വൽ ടു 1. ആൻഡ് ഡിനോമിനേറ്റർ ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0. ഡിനോമിനേറ്റർ 0 ആയി കഴിഞ്ഞാൽ ഡിവൈഡ് ബൈ 0 ഇൻഫിനിറ്റി ആയി. അപ്പോൾ ഡിനോമിനേറ്റർ ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0. ഡിനോമിനേറ്റർ എന്താ ഇവിടെ? n ഇൻറ്റു സൈൻ സൈ ബൈ 2 ആണ് നമ്മളെ ഡിനോമിനേറ്റർ എന്ന് വരുന്നത് അല്ലേ. n ഒരിക്കലും 0 അല്ല. കാരണം എന്താ? അറേ എന്ന് പറയുന്നത് മിനിമം 2 പോയിൻറ്റ് സോഴ്സസെങ്കിലും വേണം. അപ്പോൾ n നെവർ ബി 0 അല്ലേ. അപ്പോൾ പിന്നെ അവിടെ പോസിബിലിറ്റി എന്താ ഉള്ളത്? സൈൻ സൈ ബൈ 2 0 ആവാനുള്ള ചാൻസ് ആണ് ഉള്ളത് അല്ലേ. സൈനിൻ്റെ വാല്യൂ 0 വരുന്ന കേസസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് അവിടുത്തെ കണ്ടീഷൻ? എന്താ? സൈൻ സൈ ബൈ 2 ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇനോം വിൽ ബി മാക്സിമം when the numerator equal to 0, that is sin n psi by 2 equal to 1 and denominator should not be equal to 0, that is sin psi by 2 not equal to 0. ഇനി നമുക്ക് കിട്ടി സൈൻ എൻ സൈ ബൈ 2 ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ കണ്ടീഷൻ കിട്ടി അല്ലേ. അതിനകത്തുനിന്ന് എന്ത് കിട്ടി? എൻ സൈ ബൈ 2 ഈക്വൽ ടു എന്താ? സൈൻ ഇൻവേഴ്സ് 1. അത് നമ്മൾ മുന്നേ പറഞ്ഞു. പ്ലസ് ഓർ മൈനസ് 2n പ്ലസ് 1 പൈ ബൈ 2. ഇവിടെ ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ?
ഇവിടെ ഓൾറെഡി ഒരു സ്മോൾ ലെറ്റർ എൻ ഉണ്ട്, അതുകൊണ്ട് നമ്മളിവിടെ ക്യാപിറ്റൽ എൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വേർ ക്യാപിറ്റൽ എൻ ഈക്വൽ ടു 1 2 3 എക്സെട്ര. ഇവിടെ ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ 0 എടുക്കരുത്. 0 എന്ന് പറയുന്നത് നമ്മളെ മേജർ ലോബിൻ്റെ കണ്ടീഷനാണ്. അതുകൊണ്ട് ക്യാപിറ്റൽ എൻ്റെ വാല്യൂ എവിടെ തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1 2 3 എന്ന് പറഞ്ഞ കണ്ടീഷൻ തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഐ ഈക്വൽ ടു +or-2n+1 ഇൻറ്റു പൈ ബൈ എൻ. അത് എങ്ങനെ കിട്ടി? ഈ എൻ സൈനെ ഇവിടെ നിർത്തി എന്നിനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി, 2നെ റൈറ്റ് സൈഡിലോട്ട് പോയി, ഈ 2വും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ ബാക്കി വരുന്നത് +or-2n+1 ഇൻറ്റു പൈ ബൈ എൻ ഫോർ ക്യാപിറ്റൽ എൻ ഈക്വൽ ടു 1 2 3 എക്സെട്ര. ക്യാപിറ്റൽ എൻ 0 വന്നു കഴിഞ്ഞാൽ അത് മേജർ ലോബിൻ്റെ ഡയറക്ഷനാണ്. നിങ്ങൾക്ക് 90 ഡിഗ്രി 270 ഡിഗ്രിയാണ് കിട്ടുക. അതുകൊണ്ട് ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 1 to എക്സെട്ര. ഇനി നമുക്കറിയാം സൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം ബീറ്റാ ഡി കോസ് തീറ്റ പ്ലസ് ആൽഫയാണെന്ന് അറിയാം. ദാറ്റ് ഈസ് ബീറ്റാ ഡി കോസ് തീറ്റ പ്ലസ് ആൽഫ ഈക്വൽ ടു 0 ആണ് ബ്രോഡ് സൈഡ് അറേയുടെ കേസിൽ. ദെർഫോർ ബീറ്റാ ഡി കോസ് തീറ്റ, ദാറ്റ് ഈസ് ബീറ്റാ ഡി കോസ് തീറ്റ. തീറ്റേനെ നമ്മൾ എങ്ങനെ കൊടുക്കുന്ന വേരിയബിൾ നെയിം എങ്ങനെ കൊടുക്കുന്നത്? തീറ്റ മാക്സ് ഓഫ് മൈനർ ലോബ്. അപ്പോൾ തീറ്റ മാക്സ് ഓഫ് മൈനർ ലോബിലെ മാക്സിമം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു +or-2n+1 ഇൻറ്റു പൈ ബൈ എൻ. ദാറ്റ് ഈസ് തീറ്റ മാക്സ് ഓഫ് മൈനർ ലോബ് ഈക്വൽ ടു എന്ത് കിട്ടും? കോസ് ഇൻവേഴ്സ് +or-2n+1 ഇൻറ്റു പൈ ഡിവൈഡ് ബൈ എൻ ഇൻറ്റു ബീറ്റാ ഡി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ നമുക്ക് ഡയറക്ഷൻ ഓഫ് മാക്സിമ ഓഫ് മൈനർ ലോബ് കിട്ടി. ഇനി അടുത്തത് കണ്ടുപിടിക്കുന്നത് ഡയറക്ഷൻ ഓഫ് മിനിമ ഓഫ് മൈനർ ലോബ്. ഓക്കെ, ഡയറക്ഷൻ ഓഫ് മിനിമ ഓഫ് മൈനർ ലോബ് അതെങ്ങനെ കണ്ടുപിടിക്കാം? വി ഹാവ് ഇനോം ഈക്വൽ ടു ഇനോം ഈക്വൽ ടു sin n psi by 2 divided by n into sin psi by 2 for minima ഇനോം ഈക്വൽ ടു 0. ദാറ്റ് ഈസ് sin n psi by 2 ഈക്വൽ ടു 0. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ. നേരത്തെ 1 ആയിരുന്നു ഈക്വൽ ടു 1 കൊടുത്തിരുന്നു, ഇവിടെ ഈക്വൽ ടു 0 കൊടുത്തു. എപ്പോഴാണ് സൈൻ 0 ആവുന്നത്? +or-n π വരുമ്പോൾ വേർ സ്മോൾ ലെറ്റർ n ഈക്വൽ ടു 1 2 3 എക്സെട്ര. ഇനി അതിനകത്ത് റീഅറേഞ്ച് ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? തീറ്റേനെ നമ്മളെങ്ങനെ കൊടുത്തത്? തീറ്റ മിനിമ ഓഫ് മൈനർ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, മൈനർ ലോബിൻ്റെ മിനിമം. അപ്പോൾ എൻ ബീറ്റാ ഡി കോസ് തീറ്റ മിനിമ ഓഫ് മൈനർ ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു +or-n π കിട്ടി. കോസ് തീറ്റ മിനിമ ഓഫ് മൈനർ ഈക്വൽ ടു ഇതുപോലെ കിട്ടി. ദാറ്റ് ഈസ് തീറ്റ മിനിമ ഓഫ് മൈനർ എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് +or-2n π ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു ബീറ്റാ ഡി എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് റേഡിയേഷൻ പാറ്റേൺ വരയ്ക്കണം. റേഡിയേഷൻ പാറ്റേൺ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ 2 ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 or 2 എന്ത് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ സ്മോൾ ലെറ്റർ എൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതൊന്നും ക്യാൻസൽ ചെയ്ത് പോകുന്നില്ല. സ്മോൾ ലെറ്റർ എന്നിൻ്റെ വാല്യൂ നമുക്ക് അറിയില്ല. അത് ജനറലി ഒരു നമ്മൾ എൻ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ എടുത്തിരിക്കുക. ബീറ്റയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കഴിഞ്ഞ കേസിൽ ചെയ്ത പോലെ 2π/λ എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കേസിൽ ചെയ്ത പോലെ λ/2 ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും n പോയിൻറ്റ് സോഴ്സസ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാവും. അതല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടാവും 4 പോയിൻറ്റ് 8 പോയിൻറ്റ് എന്ന് പറഞ്ഞിട്ട് സ്പെസിഫൈ ചെയ്ത് തന്നിട്ടുണ്ടാവും. കഴിഞ്ഞ കേസിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവിടെ ഡിയുടെ വാല്യൂ ആയിരുന്നു അങ്ങനെ പറയാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സ്മോൾ ലെറ്റർ എന്നിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, ചിലപ്പോൾ n പോയിൻറ്റ് സോഴ്സസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചെയ്യുക. ഏതാണെങ്കിലും അടുത്തത് നമുക്ക് റേഡിയേഷൻ പാറ്റേൺ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്മോൾ ലെറ്റർ എന്നിൻ്റെ വാല്യൂ അറിയണം. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്യുക സ്മോൾ ലെറ്റർ n ഈക്വൽ ടു 4, n ഈക്വൽ ടു 2 എന്നുള്ള കേസ് നമ്മൾ 2 പോയിൻറ്റ് സോഴ്സസ്, അപ്പോൾ 2 എടുക്കാൻ പറ്റില്ല, അതിനേക്കാളും വലിയൊരു വാല്യൂ. അപ്പോൾ നമ്മൾ 4 എന്ന് പറഞ്ഞിട്ട് എടുത്തു. അപ്പോൾ ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ല, പകരം n പോയിൻറ്റ് സോഴ്സസ് എന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്മോൾ ലെറ്റർ എന്നിൻ്റെ വാല്യൂ എടുക്കാം. അത് n ഈക്വൽ ടു 4 എന്ന് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഒബ്റ്റെയിൻ ദ 8 പോയിൻറ്റ് സോഴ്സസ് എന്നോ അല്ലെങ്കിൽ 4 പോയിൻറ്റ്സ്. സാധാരണ ഇതിൽ ഈവൻ നമ്പേഴ്സ് ആയിട്ട് തന്നെ തരാറ്. 2 പോയിൻറ്റ് 4 പോയിൻറ്റ് 8 പോയിൻറ്റ് ആ രീതിയിൽ തന്നെ തരാം. ഒബ്റ്റെയിൻ ദ 8 പോയിൻറ്റ് സോഴ്സസ് എന്നോ അല്ലെങ്കിൽ 4 പോയിൻറ്റ് സോഴ്സസ് അല്ലെങ്കിൽ 16 പോയിൻറ്റ് സോഴ്സസ് എന്ന് പറഞ്ഞ് തരുകയാണെങ്കിൽ സ്മോൾ ലെറ്റർ എന്നിൻ്റെ വാല്യൂ അതെടുക്കുക. അതല്ലെങ്കിൽ ജനറലി നമ്മൾ ഒരു എക്സാമ്പിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്മോൾ ലെറ്റർ n ഈക്വൽ ടു 4 എന്ന് പറഞ്ഞിട്ട് ചെയ്യാം. അതുപോലെ d ഈക്വൽ ടു λ/2, ഡിയുടെ കേസും അങ്ങനെ തന്നെയാണ്.
സെപ്പറേഷൻ ബിറ്റ്വീൻ 2 പോയിന്റ് സോഴ്സസ് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ വി ആർ അസ്യൂമിങ് ഇറ്റ് ഈസ് ഈക്വൽ ടു λ/2 ആൻഡ് ബീറ്റ ഈക്വൽ ടു 2π/λ. അത് നമുക്ക് അറിയാവുന്ന സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. സ്മോൾ ലെറ്റർ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ്, d എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ് സോഴ്സസ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടും, അതായത് ഇനി നമുക്ക് ഡയറക്ഷൻസ് കണ്ടുപിടിക്കണം അല്ലേ. ഏതൊക്കെ ഡയറക്ഷൻസ് കണ്ടുപിടിക്കണം? മേജർ ലോബ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, 90 ഡിഗ്രി 270 ഡിഗ്രി കണ്ടുപിടിച്ചു. ഇനി മൈനർ ലോബ് കണ്ടുപിടിക്കണം. തീറ്റ മാക്സ് ഓഫ് മൈനർ ലോബ് കണ്ടുപിടിക്കണം. മൈനർ ലോബിലെ മാക്സിമം കണ്ടുപിടിക്കണം, മൈനർ ലോബിലെ മിനിമം കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം മൈനർ ലോബിൻ്റെ മാക്സിമം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. കോസ് ഇൻവേഴ്സ് ഓഫ് 2 ± 2n+1 π / n βd എന്ന് പറഞ്ഞ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ക്യാപിറ്റൽ N = 1 എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? തീറ്റ മാക്സ് ഓഫ് മൈനർ ലോബ് എന്ന് പറയുന്നത് ഇതുപോലെ കിട്ടും. ± 41.4 ± 138.59. അതിനകത്ത് ± ക്യാപിറ്റൽ N = 1 കൊടുക്കണം. അതുപോലെ സ്മോൾ ലെറ്റർ n = 4 അസ്യൂം ചെയ്യണം. ബീറ്റ = 2π/λ കൊടുക്കണം. ആൻഡ് d = λ/2 കൊടുക്കണം. ഓക്കെ, കോസ് ഇൻവേഴ്സ് ± 3/4 ചെയ്ത് കഴിഞ്ഞാൽ, കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വാല്യൂ കിട്ടും. ദെൻ പുട്ട് ക്യാപിറ്റൽ N = 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് നോട്ട് പോസിബിൾ എന്ന് പറഞ്ഞ് കിട്ടും. അൺഡിഫൈൻഡ് ആണ്, ± π/4 ആണ് വരുന്നത്. അപ്പോൾ അവിടെ ഏത് ഇത് മാത്രം മതി? ക്യാപിറ്റൽ N = 1ൻ്റെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. നമ്മൾ 2 പോയിന്റിൽ ചെയ്തതുപോലെ തന്നെ. അപ്പം മിനിമത്തിലെ മാക്സിമ ഡയറക്ഷൻസ് കിട്ടി. ± 41.4 ഡിഗ്രിയും ± 138.59 ഡിഗ്രിയും. ഇനി മിനിമത്തിലെ അല്ലെങ്കിൽ മൈനർ ലോബിലെ മിനിമ ഡയറക്ഷൻസ് കണ്ടുപിടിക്കണം. മൈനർ ലോബിൻ്റെ മിനിമ ഡയറക്ഷൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തു. വി ഹാവ് തീറ്റ മിനിമ ഓഫ് മൈനർ ലോബ് = ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ദെൻ പുട്ട് ക്യാപിറ്റൽ N = 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീറ്റ മിനിമ ഓഫ് മൈനർ ലോബ് = ± 60 ± 120 കിട്ടും. ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂഷനും കാൽക്കുലേഷനും ആണ്, അതുകൊണ്ട് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. ദെൻ പുട്ട് ക്യാപിറ്റൽ N = 2 കൊടുത്തു കഴിഞ്ഞാൽ കോസ് ഇൻവേഴ്സ് ± 1 എന്ന് പറഞ്ഞ് കിട്ടും. ദാറ്റ് ഈസ് 0 ആൻഡ് 180 ഡിഗ്രി. അടുത്തത് പുട്ട് N = 3 കൊടുത്തു കഴിഞ്ഞാൽ ദെൻ നോട്ട് ഡിഫൈൻഡ് ആണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളതൊക്കെ നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ N 1ഉം 2ഉം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്ഷൻസ് കിട്ടി. മിനിമ ഡയറക്ഷൻസ് ഏതൊക്കെ കിട്ടി? മിനിമ ഓഫ് മൈനർ ലോബ് ഏതൊക്കെ കിട്ടി? 60, 120, 0, 180. ദെൻ മാക്സിമ ഓഫ് മൈനർ ലോബ് ഏതൊക്കെ കിട്ടിയത്? ± 41.4 ഡിഗ്രിയും ± 138.59 ഡിഗ്രി. അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് റേഡിയേഷൻ പാറ്റേൺ പ്ലോട്ട് ചെയ്യാം. എങ്ങനെ റേഡിയേഷൻ പാറ്റേൺ പ്ലോട്ട് ചെയ്യാം? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആക്സിസ് വരച്ച് എന്ത് ചെയ്യണം? ആക്സിസ് അതായത് 0, 90, 180, 270 മാർക്ക് ചെയ്തു. ആദ്യം നമ്മൾ മേജർ ലോബ് പ്ലോട്ട് ചെയ്യണം അല്ലേ. മേജർ ലോബ് നമ്മൾ 90, 270 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ 90, 270 മേജർ ലോബ് പ്ലോട്ട് ചെയ്തു. ഇനി അടുത്തത് മാക്സിമ ഓഫ് മൈനർ ലോബ്. മൈനർ ലോബിലെ മാക്സിമ പ്ലോട്ട് ചെയ്യണം. അത് ± 41.4 ഡിഗ്രിയും ± 138.5 ഡിഗ്രിയും കണ്ടു. അപ്പോൾ ആ ഏകദേശം ഒരു 41.4 ഡിഗ്രിയിൽ ഏകദേശമായിട്ട് നമ്മൾ ഇതുപോലെ ± ഉള്ളത് കാരണം ഇങ്ങനെ നീട്ടി വരയ്ക്കുക. അതുപോലെ 138.59 ഏകദേശം ഇങ്ങനെ നീട്ടി വരയ്ക്കുക. ദെൻ അതിലൂടെ ചെറിയ പാറ്റേൺ വരയ്ക്കുക. ഓക്കെ, മേജർ ലോബിൻ്റെ അത്ര വരരുത്, അതിനേക്കാളും കുഞ്ഞ് പാറ്റേൺസ് വരയ്ക്കുക. അതാണ് മാക്സിമ ഓഫ് മൈനർ ലോബ്. ദെൻ അടുത്തത് മിനിമ ഓഫ് മൈനർ ലോബാണ് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഏതൊക്കെയായിരുന്നു? 60 ഉണ്ടായിരുന്നു, 120 ഉണ്ടായിരുന്നു, 180 ഉണ്ടായിരുന്നു, 0 ഉണ്ടായിരുന്നു. ആ ഡയറക്ഷനിലൊക്കെ ഓരോ വര വരയ്ക്കുക, ലൈൻ ഇങ്ങനെ പ്ലോട്ട് ചെയ്യുക. ഓക്കെ, ദെൻ മിനിമ ഓഫ് മൈനർ ലോബ് കാണിക്കുന്നത് നമ്മൾ അപ്പോൾ ചെയ്തിരുന്നില്ലേ, ഓരോ ഡോട്ട് ഇട്ടിട്ട് കാണിച്ചിരുന്നത്. ഓക്കെ, എല്ലാത്തിലും കാണിക്കണം ഇതുപോലെ. ഫൈനലി ഫിഗർ ഇതുപോലെ വരും. അപ്പോൾ നല്ല വൃത്തിയായിട്ട് വരച്ചു വെക്കുക. ഓക്കെ, അടുത്തത് വരുന്നത് ബീം വിഡ്ത്ത് ഓഫ് മേജർ ലോബ് ഓർ ഫസ്റ്റ് നൾ ബീം വിഡ്ത്ത്, അതല്ലെങ്കിൽ അതിൽ നിന്ന് ഹാഫ് പവർ പോയിൻറ്റ്സ്, ഹാഫ് പവർ ബീം വിഡ്ത്ത് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ഹാഫ് പവർ ബീം വിഡ്ത്ത് നമ്മൾ മറ്റതിൽ ചെയ്തതുപോലെ ഹാഫ് പവർ പോയിൻറ്റ്സ് അല്ല കണ്ടുപിടിക്കുന്നത് പ്ലോട്ട് ചെയ്യാൻ. ഇവിടെ ഹാഫ് പവർ ബീം വിഡ്ത്തിൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ,
അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ബീം വിഡ്ത്ത് ഓഫ് മേജർ ലോബ് അല്ലെങ്കിൽ ഫസ്റ്റ് നൾ ബീം വിഡ്ത്ത് അതല്ലെങ്കിൽ ഹാഫ് പവർ ബീം വിഡ്ത്ത് ഓഫ് ബ്രോഡ് സൈഡ് അറേ അതിനുള്ള ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു റേഡിയേഷൻ പാറ്റേൺ പ്ലോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മേജർ ലോബാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മേജർ ലോബിൽ ഇത് മേജർ ലോബ്, അതായത് ബ്രോഡ് സൈഡ് അറേയുടെ കേസിൽ ഇത് മേജർ ലോബ് വരുന്നു. ദെൻ ഈ കാണിച്ചിട്ടുള്ളത് എന്താ, ഫസ്റ്റ് നൾ ബീം വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ നൾസ് വരുന്നത് തമ്മിലുള്ള ആംഗുലാർ സെപ്പറേഷൻ, അതിനെയാണ് നമ്മൾ ഫസ്റ്റ് നൾ ബീം വിഡ്ത്ത് എന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ നൾസാണ് ഞാനിപ്പോൾ ഈ വരച്ചിരിക്കുന്നത്, ഇത് രണ്ടും ഫസ്റ്റ് നൾസാണ്. അപ്പോൾ അത് തമ്മിലുള്ള ആംഗുലാർ സെപ്പറേഷൻ അതിനെ ഗാമ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ദിസ് ഈസ് ഗാമ, ദിസ് ഈസ് ഗാമ, ദാറ്റ് ഈസ് 2 times ഗാമ ഈസ് ദ ഫസ്റ്റ് നൾ ബീം വിഡ്ത്ത് ഓർ ബീം വിഡ്ത്ത് ഓഫ് മേജർ ലോബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് നള്ളാണെങ്കിൽ ഇതെന്തായിരിക്കും, തീറ്റ മിനിമ ആയിരിക്കും അല്ലേ. നള്ളിലോട്ടുള്ള ഡയറക്ഷനല്ലേ നമ്മൾ തീറ്റ മിനിമ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരിക്കുന്നത്, തീറ്റ മിനിമ ഓഫ് മൈനർ ലോബ് എന്ന് പറഞ്ഞിട്ട് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ദിസ് വിൽ ബി തീറ്റ മിനിമ ആൻഡ് ദിസ് ഓൾസോ തീറ്റ മിനിമ, അതാണ് ഈ ഫിഗറിനകത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻ ഫിഗർ ഗാമ ഇസ് ദ കോംപ്ലിമെൻ്ററി ആംഗിൾ ഓഫ് തീറ്റ മിനിമ ഇസ് ദ ഫസ്റ്റ് നൾ ഡയറക്ഷൻ ഓർ നൾ ഡയറക്ഷൻ. ഓക്കെ, ഇനി തീറ്റ മിനിമയുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. തീറ്റ മിനിമ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് പ്ലസ് ഓർ മൈനസ് 2n പൈ ഡിവൈഡ് ബൈ ബീറ്റ എൻ ഡി, തൊട്ട് മുന്നേ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനകത്ത് ബീറ്റയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 2π ബൈ ലാംഡ ഇൻറ്റു എൻ ഇൻറ്റു ഡി, ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2πയും 2πയും ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, തീറ്റ മിനിമ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് പ്ലസ് ഓർ മൈനസ് എൻ ലാംഡ ബൈ എൻ ഡി എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ, അപ്പോൾ ഫ്രം ഫിഗർ നമ്മൾ നേരത്തെ ആ ഫിഗർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രം ഫിഗർ 90 മൈനസ് ഗാമ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ്, അതായത് ഫിഗർ ഇതാണ്, ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് 90 ഡിഗ്രിയാണ്, ഇത് തീറ്റ മിനിമാണ് അല്ലേ. അപ്പോൾ 90 മൈനസ് ഗാമ എന്തായിരിക്കും, തീറ്റ മിനിമ അല്ലേ. അപ്പോൾ നമുക്ക് തീറ്റ മിനിമ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ തീറ്റ മിനിമയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, 90 മൈനസ് ഗാമ എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 90 മൈനസ് ഗാമ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് പ്ലസ് ഓർ മൈനസ് എൻ ലാംഡ ബൈ എൻ ഡി, ഓർ ഈ കോസ് ഇൻവേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ കോസ് 90 മൈനസ് ഗാമ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എൻ ലാംഡ ബൈ എൻ ഡി, ഓർ കോസ് 90 മൈനസ് തീറ്റ എന്താ, സൈൻ തീറ്റ, സൈൻ ഗാമ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എൻ ലാംഡ ബൈ എൻ ഡി. ഇനി ഇവിടെ നമ്മൾ അസംഷൻ ആണ് സൈൻ തീറ്റ ഈസ് വെരി സ്മോൾ, ദെൻ വി ക്യാൻ assume or approximate sin theta approximately equal to theta. അത് നമ്മൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള അപ്രോക്സിമേഷൻ ആണ്. ഇഫ് തീറ്റ ഈസ് വെരി സ്മോൾ സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ, ദാറ്റ് ഈസ് തീറ്റ വളരെ സ്മോൾ ആണെങ്കിൽ വി ക്യാൻ അപ്രോക്സിമേറ്റ് സൈൻ ഗാമ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഗാമ, ദാറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് എൻ ലാംഡ ബൈ എൻ ഡി എന്ന് പറഞ്ഞ് കിട്ടും. ഗാമ എന്ന് പറയുന്നത് എന്താ, ഈ മേജർ ലോബിൻ്റെ, അതായത് 90 ഡിഗ്രി മേജർ ലോബിൻ്റെ ഒരു പോർഷനും നള്ളും തമ്മിലുള്ള സെപ്പറേഷൻ, ഇതാണ് ഗാമ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നൾ ബീം വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ, 2 times ഗാമയാണ് ഫസ്റ്റ് നൾ ബീം വിഡ്ത്ത് എന്ന് പറയുന്നത് അല്ലേ. ദെർഫോർ 2 ഇൻറ്റു എൻ ലാംഡ ഡിവൈഡ് ബൈ എൻ ഡി. അപ്പോൾ ഫസ്റ്റ് നൾ ബീം വിഡ്ത്തിൻ്റെ ഇക്വേഷൻ എന്ത് കിട്ടും, 2 പ്ലസ് ഓർ മൈനസ് 2 ലാംഡ ഡിവൈഡ് ബൈ എൻ ഡി, വേർ സിൻസ് സ്മോൾ ലെറ്റർ എൻ ഈക്വൽ ടു 1 ഫോർ ഫസ്റ്റ് നൾ. ഫസ്റ്റ് നൾ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ എൻ ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, ഇനി ഹാഫ് പവർ ബീം വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താ, ഫസ്റ്റ് നൾ ബീം വിഡ്ത്ത് ഡിവൈഡ് ബൈ 2 ആണ്, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഫസ്റ്റ് നൾ ബീം വിഡ്ത്ത് ഡിവൈഡ് ബൈ 2 ആണ്. ദെർഫോർ ഈ എക്സ്പ്രഷൻ ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, പ്ലസ് ഓർ മൈനസ് ലാംഡ ഡിവൈഡ് ബൈ എൻ ഡി എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇനി എങ്ങനെ ഈ സ്മോൾ ലെറ്റർ എൻ ഈക്വൽ ടു 1 വരുമ്പോൾ ഫസ്റ്റ് നൾ വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഇതാ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. ഇവിടുത്തെ ഇപ്പോൾ ഈ കേസിൽ ഇവിടുത്തെ ഫസ്റ്റ് നൾസ് ഏതൊക്കെയാണ് വരുന്നതാ, ഒന്നിതാ 60 ഡിഗ്രി, ഒന്നിതാ 120, അതല്ലെങ്കിൽ ഇതാണ് നമ്മളെ ഫസ്റ്റ് നൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഈ വരച്ചിട്ടുള്ളത് അത് തമ്മിലുള്ള സെപ്പറേഷനാണ് നമ്മൾ ഫസ്റ്റ് നൾ ബീം വിഡ്ത്ത് അല്ലെങ്കിൽ ബീം വിഡ്ത്ത് ഓഫ് മേജർ ലോബ് എന്ന് അപ്രോക്സിമേറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ, അപ്പോൾ ഈ ആംഗിൾ ആയിരിക്കും എന്ത്, തീറ്റ മിനിമ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 60 ഡിഗ്രി നമുക്ക് ക്യാപിറ്റൽ എന്നിന് ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴാണ് കിട്ടി എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നോക്കി നോക്കൂ, ക്യാപിറ്റൽ എൻ ഈക്വൽ ടു 1 കൊടുക്കുമ്പോഴല്ല ഈ 60 ഡിഗ്രി 120 ഡിഗ്രി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതാണ് അവിടെ താഴെ പറഞ്ഞിട്ടുള്ളത്, എൻ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഫസ്റ്റ് നൾ ബീം വിഡ്ത്തിൻ്റെ ഇക്വലൻ്റ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എൻ പോയിൻറ്റ് സോഴ്സസിൽ ബ്രോഡ് സൈഡ് അറേയുടെ കേസിൽ പഠിക്കാനുള്ളത്.